സർ, ഈ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലിക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ആരോടും ചോദിക്കാതെ ദേവസ്വം ബോർഡ് ഊരിയെടുത്ത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി ചെന്നൈയിൽ. ഹൈക്കോടതി അതിരൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ട് ഇത് ചെയ്തു എന്നാണ്. ഈ ധാർഷ്ട്യം എന്തിനാണ്? എന്താണ് സർ ഈ സ്വർണ്ണപ്പാളി ഇങ്ങനെ ഊരിക്കൊണ്ട് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ ബോർഡ് തയ്യാറായത്? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ദുരൂഹതയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശാന്തിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. 2019-നും 2025-നും ഇടയിൽ എത്ര വർഷത്തെ ഇടവേളയുണ്ട്? 2019, 2025 വിരലുകൊണ്ട് കണക്ക് കൂട്ടി പറയാം. 6 വർഷം മാക്സിമം. 6 മുതൽ 22, 23, 24, 25 6 വർഷം. 6 വർഷം സമ്മതിച്ചു കൊടുക്കാം. ഓക്കെ. അതായത് 2019 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം അറ്റകുറ്റപ്പണികളെല്ലാം തീർപ്പാക്കി ശബരിമല ദേവസ്വം ബോർഡിനും കമ്മീഷണർക്കും കൂടി സമർപ്പിച്ച ചെമ്പുപാളി. ആ ചെമ്പുപാളിയാണ് ഇപ്പോൾ വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. ചെമ്പാണോ സ്വർണ്ണപ്പാളി? സോറി, ക്ഷമിക്കണം, സ്വർണ്ണപ്പാളി. ഇനി തിരിച്ചു വരുന്നത് ചിലപ്പോൾ ചെമ്പായിട്ടായിരിക്കും. അല്ല, ചെമ്പ് ചേർക്കുമ്പോഴേ ഇതിന് ബലം കിട്ടുള്ളൂ, അത് ഉറപ്പ്. പക്ഷേ ഇത് തിരിച്ചു വരുന്നത് തനി ചെമ്പായിട്ടായിരിക്കും എന്നിരിക്കും. ആൽക്കമി, അവിടെ ഒരു ആൽക്കമി നടക്കും. അപ്പം അതിൻ്റെ ഒരു സ്വർണം പോവും, ചെമ്പ് വരുത്താവും. അതിനുള്ള ഒരു ഇതൊരു അറ്റകുറ്റപ്പണിയല്ല, മറ്റേ പണിയാണ് കാണിച്ചിരിക്കുന്നത്. കോടതിയോട് ചോദിച്ചു സാർ, 40 വർഷത്തെ വാറണ്ടി പറഞ്ഞിരിക്കുന്ന സാധനം വീണ്ടും 6 വർഷമായപ്പോൾ സ്വർണത്തിനോടുള്ള ഭക്തി കൊണ്ട്, പരമഭക്തരായിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ അയ്യപ്പന്റെ സ്വർണത്തിനോടും അമിതമായിട്ടുള്ള ഭക്തി. അതിന് കേടുപറ്റി എന്നാണ് ഇവർ പറയുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നത് കേടുപറ്റി. അപ്പൊ തന്ത്രി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി ഇത് ഞങ്ങൾ അറ്റകുറ്റപ്പണിക്ക് അയച്ചു എന്നാണ്. അപ്പൊ ഈ കോടതി നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബെഞ്ചിനും ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ വരുന്ന സ്പെഷ്യൽ കമ്മീഷണർക്കും ഒന്നും ഒരു വിലയുമില്ലേ? ഭക്തി പാരവശ്യം മൂത്തങ്ങ് പോയതായല്ലേ. സാധാരണ ഈ കെട്ടും ചുമന്ന് വരുന്ന ആൾക്കാരേക്കാൾ കൂടുതൽ ഭക്തി പാരവശ്യമായി തീർത്ഥം കയ്യിൽ കിട്ടുമ്പോൾ എടുത്ത് തറയിലോട്ട് വേസ്റ്റ് പോലെ കളയുകയും അതിൻ്റെ മുമ്പിൽ മൂടും തിരിഞ്ഞ് നിന്നുകൊണ്ട് ഇതാണോ അയ്യപ്പൻ്റെ, ഇതാണോ നിങ്ങളുടെ അയ്യപ്പൻ്റെ വിഗ്രഹം എന്ന് ചോദിക്കുന്നതൊക്കെ അവർക്കാണ് ഭക്തി പാരവശ്യം മൂത്ത്. ഇവിടുത്തെ പാളികൾ, വാതിൽപ്പാളികൾ, അതും ആരുടെ വാതിൽപ്പാളികൾ? അതും വളരെ പ്രതീകാത്മകമാണ്. ദ്വാരപാലിക വിഗ്രഹങ്ങളുടെ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇതൊക്കെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള, കാത്തുരക്ഷിക്കുന്നവരുടെ പാളികളാണ് പൊളിക്കാനായി കൊടുക്കുന്നത്. ഈ ദ്വാരപാലകന്റെ ശക്തി അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ യഥേഷ്ടം സ്വർണം കടത്താമല്ലോ. അയ്യപ്പനില്ലാതെ തന്നെ സ്വർണം കടത്തി പരിചയമുള്ള ആൾക്കാരാന്നേ. സ്വപ്ന സുരേഷിൻ്റെ മറ്റ് സ്വർണം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പലയിടത്തേക്കും സ്വർണം ഇങ്ങോട്ട്, ഇവിടുന്ന് ഡോളർ കടത്തി നല്ല പരിചയവും പ്രാഗൽഭ്യവും. കൽക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറയുന്നത് നിൽക്കാനും പഠിച്ചിട്ടുള്ള ആൾക്കാരാ. അങ്ങനെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ കോടതി വിട്ടില്ല, കോടതി തൂക്കി. പഠിച്ചിട്ട് നിൽക്കാൻ പഠിച്ചവരെ കോടതി പൊക്കി സമാധാനം ബോധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു. നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അതുപോയി ഇതുപോയി എന്നൊക്കെ പറഞ്ഞ്, ഗണ്ടി പോയി മൊന്ത പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വട്ടുപിടിപ്പിച്ച ആൾക്കാർ തന്നെ വളരെ രഹസ്യമായിട്ട്, കാരണം മലയുടെയും കാനനത്തിൻ്റെ മധ്യത്തിലും മലയുടെ മുകളിലുമാണല്ലോ അയ്യപ്പൻ ഇരിക്കുന്നത്. അതെ. അപ്പോൾ അയ്യപ്പനോട് ഭക്തിയല്ല ഇത്, ദ്വാരപാലകരോടുമുള്ള ഭക്തിയല്ല, മറിച്ച് ഒരു സ്വർണത്തിനോടുള്ള ഭക്തിയാണ്. എന്താ ഇപ്പോൾ വിലയാ പോകുന്നത്? പവന് 1,00,000 രൂപ എന്നുള്ള നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കുറച്ച് 80,000-നോട് എടുക്കുന്നു. 2 പവൻ കിട്ടിയാൽ എന്താ? എത്രയായി? വീതം വെച്ച് വരുമ്പോൾ 2 പവനായാലും എന്താ? 2 പവനൊന്നുമല്ല, ഒരു സ്വർണ്ണപ്പാളി, ദ്വാരപാലക പ്രതികളുടെ സ്വർണ്ണപ്പാളി അത് പൊതിഞ്ഞിരിക്കുന്നത്. സാർ, എനിക്ക് തോന്നുന്നു ഇതെന്തോ ഒന്നിൻ്റെ തുടക്കമാണ്. ഇത് ദ്വാരപാലിക വിഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം കൊണ്ടുപോകുന്നു, പതുക്കെ മറ്റു പലതും അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞ് ഇതുപോലെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയല്ലേ അതിനകത്തുള്ളത്?
ഇത് സാധ്യത നമുക്ക് ഊഹാതീതമാണ്. നമുക്കറിയില്ലല്ലോ ഇത് എന്താണെന്നുള്ളത്. നമുക്ക് സത്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, ഊഹം നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ONV കുറുപ്പ് പണ്ട് നേരത്തെ കലാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പല പരിഷ്കാരങ്ങളും അവിടെ ഏർപ്പെടുത്തി. പിന്നെ അദ്ദേഹം ജി കാർത്തികേയൻ സാംസ്കാരിക മന്ത്രിയായ സമയത്ത് ഒരു കാര്യം പറഞ്ഞു. അവിടെ ചില കഥകളിയുടേതായിട്ടുള്ള ചില വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ വസ്ത്രാക്ഷേപം ചെയ്തു. കാരണം വലിയ രീതിയിൽ അത് പൊതിഞ്ഞിട്ട് ഇതുപോലുള്ള പാളികൾ, തുണി കൊണ്ടുള്ള പാളികൾ വെച്ച് പൊതിഞ്ഞ് രക്ഷിക്കാനുള്ളൊരു പദ്ധതി ഇദ്ദേഹം കൊണ്ടുവന്നു. അത് നടപ്പാക്കാതെ അതിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം മോശമായതുകൊണ്ട് അങ്ങനെ അത് മാറ്റുകയോ അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ONV കുറുപ്പ് തന്നെ നേരിട്ട് പറഞ്ഞ അവിടെ അവരെ വസ്ത്രാക്ഷേപം ചെയ്തു ജി കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെന്ന്. അവർ തമ്മിലൊരു വിവാദം ഉണ്ടായി ആ കാലത്ത്, ഓർമ്മയുണ്ട്. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ദ്വാരപാലകരെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുകയാണ്, വിവസ്ത്രരാക്കിയിരിക്കുകയാണ്. നഗ്നമായ രീതിയിൽ നെറുകേട് കാണിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റും അതിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിയും അതിൻ്റെ വെറും കളിപ്പാട്ടമായിട്ടുള്ള ഈ ദേവസ്വം ബോർഡ് അധ്യക്ഷനും പ്രസിഡന്റും അവരും ചേർന്ന് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പത്രം വഴിയല്ല അറിഞ്ഞത്, കോടതി വഴിയാണ് അറിഞ്ഞത്. കോടതി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പണ്ട് BJP ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചു, അത് വെറും വിഡ്ഢിത്തമാണ്, വെറും വർഗീയ വൈരം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പോൾ വരുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പ്രശാന്ത്. ഇത് നിസ്സാരമായ അയ്യപ്പ സംഗമം പോലുള്ളൊരു കാര്യമല്ലത്. അവിടുന്ന് മോഷ്ടിക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. അയ്യപ്പനിൽ വിശ്വാസമില്ല, എങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെന്നൈ, അവിടുത്തെ മന്നനാരാ? സ്റ്റാലിൻ. സനാതന ധർമ്മത്തെ കുഷ്ഠരോഗത്തോടും എയ്ഡ്സിനോടും കോവിഡിനോടും ഉപയോഗിച്ച ആ പുത്രനുണ്ടല്ലോ, സൽപുത്രൻ്റെ അച്ഛൻ, തന്ത, തമിഴിൽ തന്ത എന്നാണ് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്ന മോശം, സംസ്കൃതമായി പോകും. തന്തയായിട്ടുള്ള സ്റ്റാലിനാണ് അവിടെ ഇരിക്കുന്നത്. സ്റ്റാലിൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ എന്താ പ്രയാസം? താണു വണങ്ങി കേൾക്കും സ്മാർട്ട് ക്രിയേഷൻസൊക്കെ അയാളുടെ മുമ്പിൽ, മനസ്സിലായോ? അപ്പോൾ എന്തോ വെട്ടിപ്പിച്ച് കേരളത്തിൽ വെച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇത് സാധാരണഗതിയിൽ ഇതുപോലെ സ്വർണം പൂച്ചി എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പ്രശാന്ത് എവിടെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ കേട്ടിട്ടുണ്ടോ അവിടെ നിന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ട് വേറൊരു സംസ്ഥാനത്ത്? എന്റെ പരിചയത്തിൽ ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ സ്വർണം പൂച്ചി, അവിടെ പോലീസ് ബന്ദോബസ്തോടുകൂടി ക്ഷേത്രത്തിനുള്ളിൽ യന്ത്രസാമഗ്രികൾ കൊണ്ടുവച്ച് അതിനുള്ള പണിക്കാരെ എത്തിച്ച് പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അത് ചെയ്തു. വലിയ പോലീസ് ബന്ദോബസ്തായിരുന്നു. അല്ല, വേറൊരു കാര്യം ചെയ്യും, ഈ സ്വർണമെന്ന് പറയുന്നത് എന്തിനാ? അതിന്റെ ചെലവ് മുഴുവനും ക്ഷേത്രം വഹിച്ചു. അത് പോട്ടെ, ഈ സ്വർണമെന്ന് പറയുന്ന ആവശ്യത്തിന് ഇങ്ങനൊരു പൂശലിന്റെ ആവശ്യമില്ല. കാലാതീതമായിട്ട് ഒരു പൂശലും കൂടാതെ തിളക്കത്തോടുകൂടി നിൽക്കുന്ന സുവർണ ലോഹം, അതുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രയും വിലയുണ്ടാവുന്നത്. തിളങ്ങുന്ന ലോഹം, തിളങ്ങൽ ഒരിക്കലും മാറാത്തത്. അതിൻ്റെ മേലിൽ ഈ ഭക്തി പാരവശ്യമുണ്ട്. മാസ്റ്റർ പ്ലാൻ പോലും ചെയ്യാത്ത ആൾക്കാർ ഇതിലൊക്കെ ഈ ആവേശം കാണിക്കുമ്പോൾ ഇവരുടെ ഈ ട്രജക്ടറി അനുസരിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കണം, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൂടി അഴിച്ചു മാറ്റാനുള്ള കുതന്ത്രമാണിതെന്ന്. അതാണിപ്പോൾ കോടതി സൂചിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 40 വർഷത്തെ, നിങ്ങൾ പോട്ടെ ആറ്റുകാലിലെ അവിടെ നിൽക്കട്ടെ, ആ 40 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് കിട്ടിയൊരു സാധനം ഓരോ 5 സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് ശമ്പള കമ്മീഷനെ വെക്കുന്നത് പോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും അവിടെ കൊണ്ടുപോയി വെക്കേണ്ട കാര്യം എന്താ? വേറൊരു കാര്യം കൂടി കോടതി ചോദിച്ചു. അവിടെ വാതിലുണ്ടല്ലോ, അതുമെല്ലാം സ്വർണം പൂശിച്ചിട്ടുണ്ട്, അതെന്താ ശരിയാക്കാതെ? അത് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന്. അപ്പം കൊണ്ടുപോകാൻ പ്രയാസമാണെങ്കിൽ അതും ഇതും എല്ലാം കൂടി ഒരുമിച്ച് ചെന്നൈയിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്കിൽഡായിട്ടുള്ള ആർട്ടിസൻസിനെ വിളിച്ചിട്ട് അതല്ലേ പരിപാടി. കരകൗശല വിദഗ്ധരെ വിളിച്ചിട്ട് അത് ചെയ്യല്ലേ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ എന്തിനു ഈ താജ്മഹലിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഇപ്പോൾ ഇവിടെ കാണിക്കാൻ തുടങ്ങുമ്പോൾ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള താല്പര്യം കാണിക്കുമ്പോൾ അവർക്ക് അവിടെയാണ് ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യവുമൊന്നുമല്ല, നമ്മൾ കണ്ടതാണല്ലോ അത്. അപ്പോൾ അവരുടെ താല്പര്യം പെണ്ണ് കെട്ടിക്കാൻ നടന്നവരാ. ആ അയ്യപ്പൻ്റെ ഒപ്പമുള്ള ആ സ്വർണത്തിലാണ് താല്പര്യം. ആ സ്വർണം ഒരുക്കി വിറ്റുകൊണ്ട് അത് കാശാക്കാനും. ഇപ്പം എനിക്ക് തോന്നുന്നു ആഗോള സംഗമത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത അയ്യപ്പനെ അവിടെ ധാരപാലികമാരുടെ എല്ലാം ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്നു, ധാരപാലകരുടെ ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്ന സ്വർണം മുഴുവൻ ഇങ്ങ് എടുത്തുകൊണ്ട്
നമുക്ക് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ അങ്ങ് തയ്യാറാക്കാം എന്നുള്ള ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പാക്കാനുള്ള ഹീനമായ ഒരു ശ്രമത്തിലേക്ക് പോയാലും നമുക്ക് മറിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ സാറേ, ഈ നാട്ടിലൊരു ഹൈക്കോടതി ഉണ്ട്, അതൊക്കെ നടക്കുമോ? ഹൈക്കോടതി മാത്രമാണ് നമ്മുടെ ഒരേ ഒരു ഗ്യാരണ്ടി. ഈ കോൺഗ്രസ്സുകാരോ പ്രതിപക്ഷ നേതാക്കളോ ഒന്നുമല്ല നമ്മുടെ ഗ്യാരണ്ടി. ഈ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു സാക്ഷാൽ അയ്യപ്പൻ തന്നെ. അതാണ്. ആ സ്ത്രീകളെ കൊണ്ടുപോകുന്നു തടഞ്ഞതാരാണ്? ആ ശക്തി. ഭൗതികതയിൽ വിശ്വസിക്കാത്തവർ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിലെ ഈ നിധി ഇത്രയും കാലം ഒരൊറ്റ കാവൽ പോലുമില്ലാതെ സുരക്ഷിതമായിട്ടിരുന്നു? എന്തുകൊണ്ട് തിരുവാഭരണം, മണികണ്ഠൻ്റെ ആഭരണ വിഭൂഷണങ്ങളായിട്ടുള്ള ആ സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്വർണത്തിൻ്റെ ഒരു തരി പോലും പോകാതിരുന്നു? പക്ഷേ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലാവുമ്പോൾ നമുക്കവിടെ സംശയം, പ്രത്യേകിച്ചും ഭരിക്കുന്നത് വിശ്വാസമില്ലാത്തവരുടെ സർക്കാരാവുമ്പോൾ അവിടെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ചെയ്തികൾ ഓരോന്നും സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നമുക്ക് കാണേണ്ടത്. നമ്മളൊന്നും പറയുന്നില്ല അത് സത്യമെന്നോ ഇത് സത്യമെന്നോ. പക്ഷേ സനാതനമായിട്ടുള്ളൊരു സത്യമുണ്ട്. നിങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കാൻ തയ്യാറുള്ള ഒരു സനാതന ചൈതന്യോടുണ്ട്. അത് നിങ്ങളുടെ ഈ ഭൗതികതയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറം, നിങ്ങൾക്കപ്പുറമുള്ള ചില ശക്തികൾ അത് നിങ്ങളെ കള്ളന്മാർ എന്ന് വിളിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.